മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്നാണ് പുറത്തുവരിക. ചലച്ചിത്ര സംവിധായകൻ ടി.കെ. രാജീവ്കുമാറാണ് കണ്ടും മിണ്ടിയും ഇരുവർ എന്ന പേരിൽ ഈ അഭിമുഖം ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ തന്നെ നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. പക്ഷേ ഈ അഭിമുഖം സർക്കാരിൻ്റെ PR എന്ന പ്രതിപക്ഷം വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ അറിഞ്ഞത് 2-3 ദിവസങ്ങൾ തന്നെ ഈ മോഹൻലാൽ ഇതിനായിട്ട് ചെലവാക്കി. അതായത് അദ്ദേഹം ഒരു ചലച്ചിത്ര താരമായതുകൊണ്ട് തന്നെ ആംഗിളും ഇരിപ്പും നടപ്പും ബോഡി ലാംഗ്വേജും ഒക്കെ കൃത്യമാക്കാൻ വേണ്ടി അദ്ദേഹം ഡെമ്മി വെച്ചിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ഞാനും മുഖ്യമന്ത്രി അഭിമുഖം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ഡെമ്മി വെച്ച് ഷൂട്ട് ചെയ്തവരെ പറ്റിയിട്ടില്ല. ഞാനും വിചാരിച്ചു ഇനിയും മുഖ്യമന്ത്രിയെ നമുക്ക് അഭിമുഖം ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ നേരത്തെ ഇതുപോലുള്ള ചില പ്രിക്കോഷൻസ് എടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഷൂട്ടിംഗ് കുറച്ചുകൂടെ മെച്ചപ്പെടാൻ മോഹൻലാലിൻ്റെ യത്നം ഇത്രയും തിരക്കുള്ള നടൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ജിബിൻ JB തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, യഥാർത്ഥത്തിൽ കണ്ടും മിണ്ടിയും ഇരുവർ എപ്പോഴിറങ്ങും? ഗുഡ് മോർണിംഗ് മൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. ഇന്ന് വൈകുന്നേരത്തോടു കൂടി 7 മണിയോടുകൂടി തന്നെ ഈ കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെയും സംസ്ഥാന മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ പേജിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. നേരത്തെ SK പറഞ്ഞതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് സർക്കാർ വീണ്ടും PR സജീവമാക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് ഈ ഒരു അഭിമുഖം പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ 2 ദിവസം പൂർണ്ണമായി എടുത്തുകൊണ്ടാണ് ഈ ഒരു അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ചിത്രീകരിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും ഔദ്യോഗിക ജീവിതവും അതുപോലെ തന്നെ അവരുടെ വ്യക്തി ജീവിതവും, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഈ അഭിമുഖത്തിൽ ചർച്ചയായത് എന്നുള്ള വിവരങ്ങളാണ് CPM വൃത്തങ്ങളിൽ പുറത്തു വരുന്നത്. മറ്റൊരു ഈ ആരോപണങ്ങൾ CPM നേരിടുന്നത്, അതായത് 2008 ക്രിസ്മസ് ദിനത്തിൽ ജയ്ഹിന്ദ് TV മോഹൻലാലും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി തമ്മിലുള്ള ഒരു അഭിമുഖം അന്ന് പുറത്തുവിട്ടിരുന്നു. ഇതേ അഭിമുഖത്തിൻ്റെ പേരും ഇരുവർ എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടേത് PR സ്റ്റണ്ട് ആണെന്നുണ്ടെങ്കിൽ അന്ന് 2008 കോൺഗ്രസ് കാണിച്ചതും PR സ്റ്റണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ CPM ഈ ഒരു കാര്യത്തെ പ്രതിരോധിക്കുന്നത്. അത് മാത്രമല്ല, മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ ഒരു അഭിമുഖം എന്നുള്ളൊരു കാര്യമാണ് CPM പറയുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ 1.25 മിനിറ്റുള്ള ഒരു ടീസർ പുറത്തു വന്നിരുന്നു. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പറയുന്ന ഈ ഒരു അഭിമുഖത്തിൻ്റെ ഒരു 1.25 മിനിറ്റ് മാത്രമുള്ള ഒരു ടീസർ പുറത്തു വന്നത്. പക്ഷേ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കാരണം നമ്മൾ സാധാരണഗതിയിൽ കാണാത്ത രീതിയിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മോഹൻലാലിനെയും ഈ ഒരു ഇൻ്റർവ്യൂവിൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മോഹൻലാൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അതിന് കൗതുകത്തോടെയുള്ള മറുപടി തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഏറ്റവും അവസാനം ആ ടീസറിൻ്റെ അവസാനം പറഞ്ഞു നിർത്തുന്നത് അങ്ങയുടെ കേരളം, എൻ്റെ കേരളം, നമ്മുടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ടീസറിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ എല്ലാവരും കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ മോഹൻലാലുമായിട്ടുള്ള അഭിമുഖത്തിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് വ്യക്തിജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. നേരത്തെ അദ്ദേഹം ഈ അഭിമുഖത്തിൽ, ഈ പ്രത്യേകിച്ച് പുറത്തിറങ്ങിയ ട്രെയിലറിൻ്റെ ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളുടെ കഥയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമയുടെ ഭാഗങ്ങളും, സ്റ്റണ്ട് സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു അഭിമുഖത്തിലൂടെ അദ്ദേഹം പുറത്തു പറയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ജിബിൻ. എന്തായാലും അതിലൊരു മോഹൻലാൽ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിലൊരുപാട് കൗതുകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ അഭിമുഖം പുറത്തു വരട്ടെ, നമുക്കൊക്കെ ആസ്വദിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.